ബി ഹൗസിൽ ഇത്ര കണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ എടുത്ത് കണ്ടന്റ് ആക്കാൻ പുതപ്പ് ഇഷ്യൂ കഴിഞ്ഞിപ്പോ ദേ വന്നിരിക്കുന്ന അടുത്ത ഇഷ്യൂ. ഒനീൽ മസ്താനിയെ കയറി പിടിച്ചു എന്നുള്ള ഇഷ്യൂ. അതൊക്കെ കണ്ടന്റ് ആക്കിയിട്ടു. എന്താണ് പറയാ, മസ്താനി ഇത് കണ്ടന്റ് ആക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. മസ്താനി ഇത് സീക്രട്ട് ആയിട്ട്, അതായത് മയക്ക് മാറ്റിയിട്ട് ഡ്രസ്സിങ് ചേഞ്ചിങ് റൂമിൽ ഈ മസ്താനി ലക്ഷ്മിയോട് ഡിസ്കസ് ചെയ്താണ് ഈ സംഭവം. വേറെ ഒന്നല്ല, ഒനീല് മറ്റേ ടാസ്ക് എടുക്കുമ്പോൾ ഒനീല് വീഴാൻ പോയപ്പം ഒന്ന് അവിടെ ഉണ്ടായിരുന്ന മസ്താനി അറിയാതെ കയറി പിടിച്ചപ്പോൾ സോറി പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വീഴാൻ പോയപ്പോൾ ഒരു സംഭവമാണത്. അത് മസ്താനിക്ക് ബാഡ് ടച്ച് ആയിട്ട് തോന്നിയെന്നാണ് മസ്താനി പറയുന്നത്. ഓക്കെ, അത് ആ വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യും. അത് സത്യമാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്നുള്ളത്. പുള്ളിക്കാരിക്ക് അത് പറയാൻ പറ്റുള്ളൂ. ഇനി അത് മനഃപൂർവ്വം ചെയ്താണോ അല്ലേ എന്നുള്ളതാണ് വിഷയം. അത് മനഃപൂർവ്വം ഒന്നും അല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പക്ഷെ ഇനിയിപ്പോൾ ആണോ അല്ലേ എന്നുള്ളത് ബിഗ് ബോസ് വീഡിയോ ആണ് കേട്ടോ, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഒരാളുമല്ല. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതെടുത്ത് കണ്ടന്റ് ആക്കിയിട്ട ലക്ഷ്മി, അത് മൈക്ക് ഊരി വെച്ചിട്ട് പറഞ്ഞ വിഷയം മൈക്ക് ഇട്ടിട്ട് ഒനിലിനോട് ചോദിച്ച രീതി, അവിടെയാണ് തെറ്റ്. ഒന്നാമത് ലക്ഷ്മി ഇത് കണ്ടിട്ടില്ല. ലക്ഷ്മിക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു വിവരം വെച്ചിട്ടാണ് ലക്ഷ്മി വരുന്നത്. അപ്പൊ അയാളോട് പോയി സംസാരിക്കുന്ന രീതിയിൽ അയാള് കുറ്റക്കാരനാണെന്ന് അങ്ങ് സ്ഥാപിച്ച് സംസാരിക്കുന്നത് തെറ്റല്ലേ? അവിടെയാണ് ലക്ഷ്മിക്ക് തെറ്റിയത്. ആ സ്ഥാപിച്ച് സംസാരിക്കാൻ പാടില്ല. ചോദിക്കാം, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതേ അവർക്ക് ബാഡ് ടച്ച് ആയിട്ട് തോന്നി, നിങ്ങൾ അത് ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്ന് ചോദിച്ച് സംസാരിച്ചൂടെ? അതല്ല, ആ ഒരു പ്രിജുഡിസ് മൈൻഡോടെയാണ് ലക്ഷ്മിയുടെ മൈൻഡ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അവരങ്ങനെയാണ്. അവർക്ക് ബാക്കിയെല്ലാം റോങ്ങും, അവർ മാത്രമാണ് ശരി എന്നൊരു തോന്നലുണ്ട് എപ്പോഴും. അത് എല്ലാ കാര്യത്തിലും അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മളാണ് ഭയങ്കര ശരി, ബാക്കിയൊക്കെ ഇത്രയോടുള്ള പുച്ഛം അത് കാണാനുണ്ട്. പിന്നെ ഒനിലോട് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെയല്ല ആ വിഷയം സംസാരിക്കേണ്ടിയിരുന്നത്. അത് ബിഗ് ബോസ് പോലത്തെ ഹൗസാണ്. ഇവിടെ പുറത്തത്തെ പോലെ അല്ലല്ലോ. ഇവിടെ ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് ബിഗ് ബോസിനോട് റേസ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത്ര സുരക്ഷിതമായിട്ട് സ്ഥലം വേറെ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഒന്നും അവിടെ നിന്ന് ഒളിച്ചു പോകത്തില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാക്കിയത് അത് ലക്ഷ്മി പറയുന്നത് കണ്ടന്റ് അല്ലാന്ന്. പക്ഷെ ഞാൻ പറയുന്നത് കണ്ടന്റ് തന്നെയായിരുന്നു. ലക്ഷ്മി അത് കണ്ടന്റ് ആക്കിയതാണ്. ഈ കണ്ടന്റിൽ ആരുടെ ലൈഫാണ് പോകുന്നതെന്ന് അറിയോ? ഒനിയിൽ ഒന്നും ചെയ്തിട്ടില്ലേ ഒനിയിൽ രക്ഷപ്പെടും. ഒനിലിന് പിന്നെ കുറച്ചാണ് ഒനിലിന്റെ ഭാഷ ഇത് ആൾക്കാർ പറഞ്ഞു നടക്കുള്ളൂ. മസ്താനിയുടെ ഒനിലിന്റെ വീഡിയോ ഇനി ഇറങ്ങും ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില്. ആ വീഴുന്ന എന്താണ് ആ കുട്ടിയുടെ ലൈഫാക്കിയത്? ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, സ്ത്രീകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അപ്പം ഇതുകൊണ്ട് മസ്താനിക്കാണ് നെഗറ്റീവ് ആവുക. മസ്താനിക്ക് ഭയങ്കര പ്രശ്നമാവും. മസ്താനി ലൈഫിലാണ് വെച്ചിട്ടാണ് ലക്ഷ്മി കളിച്ചിരിക്കുന്നത്. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാളുടെ ലൈഫ്, രണ്ടുപേരുടെ ലൈഫ് വെച്ച് കളിക്കാനൊന്നും ആർക്കും അധികാരമില്ല കേട്ടോ. അത് ആ പുതപ്പിനുള്ള കേസാണെങ്കിലും ശരി, ഇതാണെങ്കിലും ശരി. നിങ്ങൾക്ക് പിന്നെ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചോദിക്കാൻ ലക്ഷ്മി ആരാണ് ഇതില്? ലക്ഷ്മിയുടെ കാര്യമേ അല്ല. അവിടെ മസ്താനിക്കാണ് പ്രശ്നം ഉണ്ടെങ്കിൽ മസ്താനിയാണ് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ടത്. ഈ മസ്താനിക്ക് എല്ലാപ്പോഴും ഈ കാര്യങ്ങൾ പറയാനായിട്ട് ലക്ഷ്മി എപ്പോഴും പുറത്തോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ വെസൽ ടീമിന്റെ അന്നാണെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആവാം. പക്ഷെ നമ്മൾക്ക് എപ്പോഴും ഒരു എന്താണ് പറയാ, നമ്മൾ അധികമായിട്ട് ഒരാളെ വിശ്വസിക്കരുതെന്ന് പറയുന്നതാണ്. മസ്താനിക്ക് അത് നെഗറ്റീവ് എഫക്റ്റ് ആവും. നെഗറ്റീവ് തന്നെ വേറെ രീതിയിലല്ല ഞാൻ പറയുന്നത്. ആ വീഡിയോ എടുത്ത് പോപ്പുലേറ്റ് ചെയ്യുക, അതൊന്നും ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. മനസ്സിലായോ? അത് എത്ര രീതിയിലായിരിക്കും, മ്ലേച്ഛമായ രീതിയിലായിരിക്കും അത് പോകുന്നുണ്ടാവുന്ന അറിയോ? നമ്മുടെ ആൾക്കാരെ നമുക്ക് അറിയില്ല. വീഡിയോ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് പുതപ്പിന്റെ കേസിൽ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടിയത്, അത് തന്നെ മസ്താനിയുടെ കേസിലുണ്ടാവും. അതുകൊണ്ട് തന്നെ മസ്താനിക്ക് ഇപ്പൊ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ അത് വേണ്ടിയിരുന്നില്ല, അത് സംസാരിച്ച് തീർക്കാമായിരുന്നു. അങ്ങനെ മസ്താനിക്ക് ഉറപ്പായിട്ട് ഷുവർ ഉണ്ടെങ്കിൽ ബിഗ് ബോസിനോട് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യായിരുന്നു, എന്തോ ചെയ്യായിരുന്നു. ഇങ്ങനത്തെ ഒരാളോട് ഡിസ്കസ് ചെയ്താണ് മസ്താനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഞാൻ പറയും. ഇനി അത് പ്രൂവ് ചെയ്യാൻ ലാലേട്ടൻ വന്നിട്ട് ഇത് പ്രൂവ് ചെയ്യും, ശരിയാണോ തെറ്റാണോ നമുക്ക് ഒന്നുകൂടി വീഡിയോ ഒക്കെ ഇട്ട് നോക്കട്ടെ. ഈ സീസൺ മുഴുവൻ ഇങ്ങനെ പോകുന്നതൊന്നും, ഈ അലിഗേഷൻസ്, ഡേർട്ടി ഗെയിംസ് വെച്ചിട്ട് പോകും. ഇനി നമുക്ക് വേറെ ഗെയിമിലേക്ക് വരാം. നൂറയുടെ ഗെയിം. ഇന്ന് നൂറ, ബാക്കി ടീം, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന് ലക്ഷ്മിയുടെ ഒക്കെ ഗെയിം ഇഷ്ടമായതായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒന്ന് കലോടിക്കാന്ന് അറിയില്ലേ, അതാണ് ലക്ഷ്മിയുടെ ഗെയിം ഇപ്പം. അപ്പൊ ഇന്ന് ഒനീല്, അബി, ലക്ഷ്മി, അക്ബർ, മസ്താനിയൊക്കെ നന്നായിട്ട് കളിച്ചിട്ടാണ് നൂറേനെ ശരിക്കും തോപ്പിച്ചു, ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നൂറയുടെ പവർ പോയി. അപ്പൊ നൂറ ശരിക്കും ഇന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. നൂറ നന്നായിട്ട് കഴിഞ്ഞു. കാരണം പണ്ടത്തെ ആ ഡിപ്ലോമസി ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കളിച്ചു. അത്
അവരെ കൂടെ നിർത്തി കളിക്കാൻ നോക്കി. മറ്റേ അത് ഞാൻ പറഞ്ഞല്ലോ, തല്ല് പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല. നിങ്ങൾ സുഖമായിട്ട് അവരെ സുഖിപ്പിച്ച് നിർത്തി യൂണിയൻ ലീഡറിനോട് തല്ലു പിടിച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്പനി നടത്തി പോകാൻ പറ്റുന്നത്? അത് നടക്കണ സംഭവമേ അല്ല. അപ്പൊ നൂറ ഈ തവണ പഠിച്ചു. നൂറയ്ക്ക് ഇനിയൊരു കമ്പനി തുടങ്ങാം. പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ കേട്ടോ. അപ്പോൾ ഈ തവണ അവരുടെ സ്ട്രാറ്റജി വേറെ. ആരുടെ? നമ്മുടെ അക്ബർ ആൻഡ് ടീമിന്റെ. അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? നമുക്ക് പണിയെടുക്കുന്ന പോലെ എന്നാൽ പണിയെടുക്കണ്ട, കുറച്ച് തട്ടിപ്പൊക്കെ കാണിച്ച് തോപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് ഓൾറെഡി മനസ്സിലായി കേട്ടോ. നൂറയ്ക്ക് എന്തോ സംഭവം കിട്ടും എന്നുള്ള എന്തോ ഒരു ബെനിഫിറ്റ് നൂറയ്ക്ക് ഉണ്ടെന്നുള്ള മനസ്സിലായി. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് കൃത്യമായിട്ട് ആദിലേക്ക് മാത്രമേ അറിയുള്ളൂ, അവർക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അവർ കളിക്കുന്ന അവരുടെ ഗെയിമാണ്. നൂറയുടെ ഗെയിമാണ് കളിക്കുന്നത്. നൂറ നന്നായിട്ട് ഇത്തവണ അവരായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ജിഷിനെ കുറച്ച് മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ജിഷിനെ ഒട്ടും മനസ്സിലാവുന്നില്ല. ജിഷിന്റെ ഗെയിമിനെ പാവം കേട്ടോ, അതൊന്നും അറിയാതെ ഇങ്ങനെ കളിക്കുവാണ് ആ ക്യാരക്ടറിൽ നിന്നിട്ട്. പക്ഷെ നൂറ അത് പിടിച്ചു നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും അക്ബറായിട്ട് കുഴപ്പമില്ലാതെ കോംപ്രമൈസിൽ പോകാനായിട്ട് നൂറ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ബിഗ് ബോസ് ഇടയ്ക്ക് കളിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരെ കൊണ്ടുവന്നത്. അത് ഇവർക്ക് സഹായമായി. ആർക്ക്? അക്ബർ ടീമിന്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാമല്ലോ. അവർ ഈസി ആയിട്ട് നിവിനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് സ്റ്റേപ്പിളറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയായപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി സാധനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പം കുറേ ലാസ്റ്റ് ആയപ്പോൾ 18 ഉണ്ടാക്കാൻ പറ്റില്ല. 25 ഉണ്ടാക്കാനായിരുന്നു, 18 പറ്റുള്ളൂ. ഷാനവാസിന് പക്ഷെ ഈ ഗെയിം ഒന്നും മനസ്സിലായിട്ടില്ല. ഷാനവാസ്, ബിന്നി, ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരിങ്ങനെ ഇവരുടെ പുറകെ നടക്കുവാണ്. അപ്പൊ ഇവരോട് പറഞ്ഞിട്ടുമില്ല. സത്യം പറഞ്ഞാൽ അക്ബർ ഒന്നും പറഞ്ഞില്ല. അവർക്കും ഗെയിം മനസ്സിലായിട്ട്. അപ്പൊ ഇന്നലെ തൊട്ട് ഷാനവാസ് കിളിപോയിരിക്കും. ഇന്ന് സംസാരിക്കാനുള്ള കാരണം അഭിലാഷ് അവിടെ എടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല, ഇന്ന് ഗോൾഡ് കോയിൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ ബ്ലാക്ക് കോയിൻ ഉണ്ടായതുകൊണ്ടാണ് ഷാനവാസ് മിണ്ടാതിരുന്നത്. അത് അഭിലാഷ് എടുത്തിട്ടു. നല്ല ഗെയിം അഭിലാഷ്, അത് അവിടെ പൊട്ടിച്ചു കൊടുത്തു ഷാനവാസിന്റെ ഗെയിം ഒന്നുമില്ല കേട്ടോ. ഷാനവാസ് ഒന്നും മനസ്സിലാവാതെയാണ് കിളിപോയി. ഷാനവാസ് മാത്രമല്ല, അനീഷും. ഇന്ന് അനീഷ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അതിലേക്ക് വരാം. ലാസ്റ്റ് ആയപ്പം അനീഷിനും ആ ഗെയിം മനസ്സിലായിട്ടില്ല, മൊത്തം കാലിയാണ്. അവർ കണക്ഷൻ വിട്ടുപോയി അനീഷിനവിടെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നൂറ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഇരുന്നത്. കാരണം തോറ്റുമല്ലോ. തോറ്റിന്റെ ദേഷ്യം മുഴുവൻ അവരോടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഗെയിമാണെന്നുള്ള ഫസ്റ്റ് നൂറ മറന്നുപോയി. ശരിക്കും നൂറ ഫാക്ടറി അടിച്ചു വിട്ടു പോയാലാണ് നൂറയ്ക്ക് ഫീൽ ആയത്. പക്ഷെ അല്ല, നൂറയ്ക്ക് ആക്ച്വലി പേഴ്സണൽ ഫീൽ ചെയ്യാൻ കാരണം നൂറയുടെ പവർ പോവും എന്നുള്ളത് ആ വിഷമം കൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇത് ഗെയിമാണല്ലോ. അവരവരുടെ ഗെയിം കളിക്കുന്നു, നൂറയുടെ ഗെയിം കളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നൂറ ഗെയിം കളിച്ചിട്ടാണ് നൂറയ്ക്ക് 2 പവറും കിട്ടിയത്. അഭിലാഷിനെ കൊടുത്തില്ലല്ലോ, അത് നൂറയുടെ ഗെയിം. ഇപ്പം നേരെ തിരിച്ച് അഭിലാഷിന്റെ ബാസ്കറ്റിൽ ബോൾ വന്നു. ഹി പ്ലേഡ് ഇറ്റ്, അത്രയും വിചാരിച്ചാൽ മതി. അപ്പൊ ഇതില് ജിഷിനൊക്കെ ഭയങ്കര സിൻസിയറായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. നൂറോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നൂറ ഭയങ്കര വലിയ സ്പീച്ചൊക്കെ നടത്തും. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇത്ര സ്പീച്ച് നടത്തുന്നത്? ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ നൂറ ഈ കാണിച്ചതൊക്കെ എന്താണെന്നുള്ളത്. കുറേ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങൾ സിസേഴ്സ് യൂസ് ചെയ്തില്ല, നിങ്ങൾ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യത്വമില്ലായ്മ. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യത്വമില്ലായ്മ പറയണ്ട. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെയിമിൽ നിങ്ങളെല്ലാവരും കൂടി കളിച്ചിട്ട് 3 കിട്ടിയിട്ട് അഭിലാഷം ഒന്നും കൊടുക്കാത്ത ആൾക്കാരാണ്. അത് നൂറയുടെ ഗെയിം എന്ന് പറഞ്ഞു നൂറ. എല്ലാവരും അത് പറഞ്ഞു ഗെയിം എന്ന്. അപ്പൊ ഇത് ഇവരുടെ ഗെയിം നിങ്ങൾ വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് കാണാൻ പറ്റണം, അല്ലാതെ അതിന് പേഴ്സണൽ ഇതിൽ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ബിഗ് ബോസ് കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് നൂറ അവസാനം തോറ്റു എന്ന് പറഞ്ഞപ്പം ബിഗ് ബോസ് പറയാണ് നൂറയ്ക്ക് 2 കോയിൻ ഉണ്ടല്ലോ, ബ്ലാക്ക് കോയിൻസ് ഉള്ളതുകൊണ്ട് തന്നെ നൂറ എന്തായാലും നോമിനേറ്റഡ് ആവും. നൂറ അല്ലെങ്കിൽ അഭിലാഷ്. അപ്പൊ അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഈ നൂറയെ ഇത്ര നേരം സപ്പോർട്ട് ചെയ്തിരുന്ന ബിന്നി വരെ കൈ പോക്കി നൂറനെ നോമിനേറ്റ് ചെയ്തു. അത് നല്ല ആക്ഷനാണ്. നൂറനെ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ 2-3 ആഴ്ചത്തേക്ക്. അപ്പോൾ അവർ ചെയ്ത ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാവർക്കും അക്ബർ ആൻഡ് ടീം ചെയ്തതാണ് കറക്റ്റ് എന്നുള്ളത്. പക്ഷെ ആരും അപ്രിഷിയേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല, അതങ്ങനെയാണല്ലോ. പക്ഷെ അക്ബർ കറക്റ്റായിട്ട് ചെയ്തു, കളിച്ചു, നല്ലതായിട്ട് ഗെയിം കളിച്ചു, മനസ്സിലാക്കി ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ നൂറയുടെ ഫാക്ടറി അടച്ചു, നൂറയുടെ പവറും പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചൺ ഇഷ്യൂ വരുന്നത്. ക്യാരറ്റ് ഇഷ്യൂ, കിച്ചൺ ഇഷ്യൂ. ഈ ക്യാരറ്റ് ഇഷ്യൂ ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ആരാണ്? അനുവാണ് കേട്ടാ. അനുവിന് സ്ക്രീൻ സ്പേസ് വേണമല്ലോ. ഇവിടെ അഭിലാഷ്, ഷാനവാസ് ഫൈറ്റ് ചെയ്യുന്നു, അക്ബർ, ജിഷിൻ ഫൈറ്റ് ചെയ്യുന്നു, എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നു. ഇവർക്ക് മാത്രം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളിക്കാർ ഒരു ക്യാരറ്റ് എടുത്ത് തുടങ്ങി. അപ്പൊ ആ ക്യാരറ്റ് ഇഷ്യൂവിൽ പലപ്പോഴും ഒരു കാര്യം പുറത്തു വന്നു. നമ്മുടെ അത് ഇതിലൊന്നും കാണിച്ചിട്ടില്ല. നമ്മുടെ അക്ബർ
പുള്ളിക്കാരി പറഞ്ഞു, നീ ഇഷ്യൂ ഉണ്ടാക്കുന്ന ജയിൽ നോമിനേഷനിലേക്ക് പോകാനല്ലേ എന്ന് പറഞ്ഞപ്പം ശരിക്കും അനുമോൾക്ക് അവിടെ കുത്തുകൊണ്ട് കേട്ടോ. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അനുമോളായിരുന്നു. ക്യാരറ്റ് കള്ളി എന്നൊക്കെ വിളിച്ചാലും പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് പറഞ്ഞത് അനുമോൾ ട്രിഗറായിട്ട്. അത് പക്ഷെ എപ്പിസോഡിലും ഇല്ല, VV+ലും ഇല്ല. അത് അക്ബർ അവിടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അനുമോളുടെ ആ സ്ട്രാറ്റജി. പുള്ളിക്കാരിക്ക് ഇനി കണ്ടന്റ് ഉണ്ടാക്കാൻ ജയിലിൽ പോകാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങ് പെട്ടുപോയ പോലെ. പക്ഷെ അനുമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. മാക്സിമം ഈ കട്ട് തിന്നൽ, കിച്ചണിൽ പോയിട്ട് ഭക്ഷണം, അതൊരു പ്രവീണിൻ്റെ കൂടെ പോയി തിന്നില്ലേ. പ്രവീൺ ആണെങ്കിൽ ഡബിൾ സ്റ്റാൻഡാണ്. നെവിനോട് കുഴപ്പമില്ല, ബാക്കിയുള്ളവരോടൊക്കെ പ്രശ്നം. അതൊക്കെ എടുത്ത് ചോദിക്കുമായിരിക്കും കേട്ടോ ലാലേട്ടൻ. മിക്കവാറും വീക്കെൻഡിൽ ഇതൊക്കെ തന്നെയായിരിക്കും ഡിസ്കഷൻ വരാം, ഈ കിച്ചണിലെ ഇഷ്യൂ. എന്നാലും ബിന്നിയൊക്കെ ശരിക്കും അഗെയിൻസ്റ്റ് നിൽക്കുന്നുണ്ട്. ബിന്നി ശരിക്കും പറഞ്ഞാൽ ജിസിലിന് അഗെയിൻസ്റ്റ് ആണല്ലോ കളിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസ്താനി തക്കാളി എടുത്ത് കഴിച്ചതും അക്ബർ കഴിച്ചതും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ബിന്നി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി സ്ട്രോങ് ആവാം. എന്നാലും പുള്ളിക്കാരി ഗെയിം കളിച്ചു തുടങ്ങി നല്ലോണം ബിന്നി. അപ്പൊ ബിന്നിയുടെ VV+ലൊക്കെ നോക്കിയാൽ ബിന്നിയുടെ പെർഫോമൻസ് കാണാൻ പറ്റും. നല്ലോണം പുള്ളിയെ സംസാരിച്ച് നിന്ന് തുടങ്ങി, ഒറ്റയ്ക്ക് കളിച്ചു തുടങ്ങി. റെനയും അതെ, റെന ഇന്ന് നെവീനെ കൈയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയത്. അതിന് പ്രവീണോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കറക്റ്റായിട്ട് പുള്ളിക്കാരി പിടിച്ചു. അവർ രണ്ടുപേരും കളിച്ചു തുടങ്ങി. വൈകി പോയോ, പക്ഷെ ഇനിയുണ്ട് സമയം. കാരണം ആർക്കും ഇപ്പൊ വലിയ ഫേവറേറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും മാറാം. ഓക്കെ, കളിച്ച ആൾക്കാർക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ വരും, ഉറപ്പാണ്. കളിക്കണം, അതുപോലെ പോയിന്റ് പറഞ്ഞ് കളിക്കണം, അത്രയേ ഉള്ളൂ. ഇനി അതിനിടയ്ക്കാണ് നമ്മുടെ ആര്യൻ്റെ അതേ സംഭവം. എന്താണ് ആര്യൻ്റെ സെയിം? നമ്മുടെ എന്തെങ്കിലും പറയണമല്ലോ, ഉപ്പുമാവ് കേസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ആര്യനും അനീഷും കൂടി വഴക്കുണ്ടാക്കുന്നത്. അതിൽ പോയിട്ട് ക്നാപ്പ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് വിളിക്കുന്നത്? അതിപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ അച്ഛനെയോ ഫാമിലിനെയൊക്കെ പറയുന്നുണ്ട്, അതായത് നിന്റെ വീട്ടിൽ പുള്ളി. അപ്പൊ ഈ സംഭവം രണ്ടുപേരും അങ്ങോട്ടുണ്ട്. അപ്പൊ രണ്ടുപേരുടെ ഗെയിം ശരിക്കും ആര്യൻ എന്ത് ചെയ്താലും, ആര്യൻ അവിടെ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു നെഗറ്റീവേ വരത്തുള്ളൂ അല്ലെ. ആര്യൻ പലപ്പോഴും ആര്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോർമലി ഒരു ആൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഫണ്ണായിട്ട് തോന്നുന്ന കാര്യം, പുള്ളിക്കാരൻ അത് നെഗറ്റീവിൽ അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗിലേ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളത് കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും, അല്ലെങ്കിൽ എന്താണ് ഈ പയ്യൻ ഇങ്ങനെ കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീലാണ്. അതാണ് ആര്യനുള്ള പ്രശ്നം. ആര്യൻ പറ്റിപ്പോകുന്ന പ്രോബ്ലം അതാണ്. ആര്യൻ്റെ കൂടെ ആര് നിൽക്കുന്നോ അവർക്കും ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരും. കുറച്ചെങ്കിലും നമുക്കത് ഇറിറ്റേഷൻ തോന്നും. അതാണ് പ്രശ്നം. അത് പ്രത്യേകിച്ച് ഈ അനീഷിനോട് പറയുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇതല്ല പിതാവിനെ സ്മരിക്കൂ എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ വലിയതൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു അറഗൻസും ഇറിറ്റേഷനും തോന്നും ആര്യം പറയുമ്പോൾ കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ബിഗ് ബോസ് എല്ലാം കളിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ നവീൻ ഉണ്ടല്ലോ, നവീൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നവീൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും. നാളെയാണ് നവീൻ്റെ മെയിൻ ക്യാരക്ടർ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പ്രൊമോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നവീൻ പോയിട്ട് ഇതിൽ കയറാമല്ലോ, നമ്മുടെ പണിപ്പുര പോയിട്ട് പുള്ളിക്കാരൻ ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരന് കണ്ടന്റ് വേണം. ഓക്കെ, നവീൻ കണ്ടന്റ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ആളാണ്. അപ്പം നാളെ നവീൻ്റെ കണ്ടന്റ് ആയിരിക്കും, അതായിരിക്കും നാളെ നെവിൻ്റെ ഫുൾ നെവീൻ്റെ സിനാരിയോ ആയിരിക്കും. എല്ലാവരും നെവീനെ ആക്രമിക്കലെന്നായിരിക്കും കാണുന്നത് മിക്കവാറും. അവരുടെ പണിപ്പുര മുഴുവൻ കളഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വേറെ 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 കണ്ടന്റായി മാറും. നല്ലതാണ്, വേറെ കണ്ടന്റിങ് ആണ്, എന്തെങ്കിലും കാണും. ഈ ചീപ്പ് കണ്ടന്റ്സ് കാണുന്നേക്കാളും ഭേദമാണ് എന്തെങ്കിലും കാണും, മോഷ്ടിക്കേ അത് കാണും ഭേദം തോന്നുന്നു എനിക്ക് ചേർന്നത്. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറെ ടാസ്ക് ഒക്കെ ആയിരുന്നു, മറ്റേ ആഡും പിന്നെ സ്പോൺസർ ടാസ്ക് ഒക്കെ ആയിരുന്നു. അപ്പൊ നാളെ നമുക്ക് നോക്കാം എന്താണ് പറയാന്നുള്ളത്. പിന്നെ നൂറയുടെ ബ്രഷിങ് കേസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണോ അതൊക്കെ എടുത്ത് കണ്ടന്റ് ആക്കുന്നത്, ദൈവമേ. അവർക്ക് ലൈഫ് ലോങ് ആൾക്കാർ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ബിഗ് ബോസ് വരുമ്പോണ്ടല്ലോ എന്താ പ്രശ്നം അറിയോ, ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ അതൊക്കെ പറയും, അതൊക്കെ ഓർക്കും. നിങ്ങൾ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കി അതൊക്കെ കാണും. അറിയില്ല, ഇതൊക്കെയാണ് കണ്ടന്റ് വരുമ്പം ഭയങ്കര കഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പം ലക്ഷ്മിയുടെ കേസ് എനിക്കറിയില്ല, ഇനി ലക്ഷ്മിക്ക് എന്തൊക്കെ കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലക്ഷ്മി ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ലക്ഷ്മി മസ്താനോട് ചെയ്തത് ശരിയല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്തോ ആയിക്കോട്ടെ, മസ്താനയുടെ പെർമിഷൻ ഇല്ലാതെ അത് പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പുള്ളിക്കാരി പറഞ്ഞ സ്ഥിതിക്ക് പറയാൻ പാടില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത എപ്പിസോഡിന് റിവ്യൂ ആയിട്ട് വരുന്നവരെ
Bye.